ഡോക്ടർ APJ അബ്ദുൽ കലാം അക്കാഡമി ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസിൻ്റെ ഗാന്ധി ഭവൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ പ്രാധാന്യമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ മ്യൂസിക്, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ മ്യൂസിക് എന്നീ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്ന ചടങ്ങ്. മനുഷ്യർക്ക് സ്വരശുദ്ധിയോടെ താളാത്മകമായി ഒരു ജീവിതം നയിക്കുവാനുള്ള എല്ലാ രഹസ്യങ്ങളും ഇതിലുണ്ട്. വലിയ ജീവകാരുണ്യ മതേതര കൂട്ടുകുടുംബമാണ് പത്തനാപുരം ഗാന്ധി ഭവൻ. വിദ്യാഭ്യാസ വിഭാഗമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം അക്കാഡമി ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ്. അതിൻ്റെ സംഗീത വിഭാഗമാണ് രാജൻ സാർ നടത്തുന്ന കോസ്മിക് മ്യൂസിക്, ഗാന്ധി ഭവൻ മ്യൂസിക് സ്റ്റഡി സെൻറ്റർ. സംഗീതം പ്രപഞ്ചത്തിൻ്റെ പ്രാണനാണ്. ആ പ്രാണൻ ശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ലോകത്ത് നന്മ മാത്രമേ ചെയ്യാനാകൂ, ചിന്തിക്കാനാകൂ. അതിനോടൊപ്പം ജീവകാരുണ്യം എന്നത് രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അന്നമൂട്ടുന്ന കൈകൾക്ക്, രാഗം മൂളുന്ന മനസ്സിന് ഈ ലോകത്ത് തിന്മ ചെയ്യാനാവില്ല. കോളേജിൻ്റെ വിദ്യാഭ്യാസ ഔന്നത്യം, വികസനം, ഇതെല്ലാം ഒരുപോലെ കാത്തു പരിപാലിച്ച് അത് സ്നേഹം കൊണ്ടാണ് കീഴടക്കിയത്. സാധാരണ ചില പ്രിൻസിപ്പലെ പോലെ രൂക്ഷമായി, രൂഢമായി, കായികമായി ഒക്കെ നേരിടുന്ന കാലത്ത് സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയ, അതുപോലെ തന്നെ ഡോക്ടർ KV തോമസ് കുട്ടി സാർ, അഞ്ചൽ സെൻറ്റ് ജോൺസ് കോളേജിലെ പ്രിൻസിപ്പൽ, അങ്ങനെയൊക്കെ കുറേ നന്മയുള്ള രാജുക്കുട്ടി സാറ്, ഞാനും ഒക്കെ ബാലജനസംഘത്തിലൂടെ പ്രവർത്തിച്ചിരുന്ന രാജുക്കുട്ടി സാറ് ഏറ്റവും മികച്ച അധ്യാപകനായി മാറി. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. ഈ സംഗീത സബരിയിലും അദ്ദേഹം പങ്കുചേരുന്നു. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത. നിങ്ങളാണ് ഇന്നത്തെ താരങ്ങൾ. ഇതിന് സോമരാജൻ സാറ് ഒരു ഉപകരണമായി എന്നുള്ളതാണ്. എന്തായാലും ഞാൻ എപ്പോഴും വിളിക്കുന്നത്, ഇപ്പോൾ സാറ് പറഞ്ഞു ഇവിടെ ഒരുപാട് ആത്മഹത്യകളും ഇതൊക്കെ നടക്കുന്നത്. സത്യം അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ, സന്തോഷങ്ങളും ദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നമുക്കൊരു നല്ല ഫ്രണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്പിനെ, ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ ഒരു സമയമില്ല. കാരണം നമ്മുടെ ദുഃഖങ്ങൾ അവരുമായിട്ട് പങ്കുവെച്ചാൽ തീർച്ചയായിട്ടും ഇത്രയധികം ആത്മഹത്യകളൊന്നും നടക്കില്ല. പിന്നെ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ സന്തോഷങ്ങളും പങ്കുവെക്കുന്ന ഒരേ ഒരു വ്യക്തി സോമരാജ് സാറാണ്. ഡിപ്ലോമ ഇൻ മ്യൂസിക്, PG ഡിപ്ലോമ ഇൻ മ്യൂസിക് വിജയിച്ച എല്ലാ മ്യൂസിക് വിദ്യാർത്ഥികളും സർട്ടിഫിക്കറ്റ് വാങ്ങാനായി വേദിയിൽ തന്നെ നിൽക്കണമെന്ന് അറിയിക്കുന്നു. വേദിയിൽ സ്റ്റേറ്റ് കൗൺസിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറേഴ്സായ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. സർട്ടിഫിക്കറ്റ് വിതരണത്തിനായി സിനിമ, സീരിയൽ സംഗീത താരം ശ്രീമതി ശ്രീലത നമ്പൂതിരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്റ്റേറ്റ് കൗൺസിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറേഴ്സിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ മ്യൂസിക്കിൽ വിജയിച്ച ശാന്തി PV തിരുവനന്തപുരം. സർട്ടിഫിക്കറ്റ് നൽകുന്നത് ശ്രീമതി ശ്രീലത നമ്പൂതിരി. മൊമെന്റോ നൽകുന്നതിനായി ഡോക്ടർ പുനലൂർ സോമരാജൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഡോക്ടർ ലക്ഷ്മി LT കടക്കൽ. അടുത്തതായി ശ്രീമതി സുജ സുഗണൻ, പാരിപ്പള്ളി. ടോപ്പ് സ്കോറർ രാഹുൽ രാജൻ പുനലൂർ. ടോപ്പ് സ്കോറർ ദീപ D കൊല്ലം.
സ്കോറർ ജോസഫ് മാത്യു, വിശാഖപട്ടണം. വിജയികളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അടുത്തതായി ഡിപ്ലോമ ഇൻ ഇന്ത്യൻ മ്യൂസിക് വിജയികൾ. ശ്രീകല വി എസ്, കൊട്ടാരക്കര. ബിജുരാജ്. ഷാനവാസ് ഇ, കണ്ണനല്ലൂർ. ഷീന കുമാരി ജി കെ, മീയന്നൂർ. സുജി ജെ, കേരളപുരം. ഷൈജു രാജ്, മയ്യനാട്. ദിവ്യ കെ ആർ, നാവായിക്കുളം. അനുരാഗ് പി വി, ഇരുമ്പനങ്ങാട്. അനിൽകുമാർ എൻ, പുത്തൂർ. അനിൽകുമാർ എൻ, പുത്തൂർ. സുഭാഷ് ചന്ദ്രൻ ആർ എസ്, അഞ്ചൽ. സുഭാഷ് ചന്ദ്രൻ, അഞ്ചൽ. ബേബി വി ടി, കരുനാഗപ്പള്ളി. സുമം ബി എസ്, മലനട. വേദിയിൽ ഡോക്ടർ പുനലൂർ സോമരാജൻ സാറിനെ ശ്രീ രാജൻ കോസ്മിക് സാർ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. സുമം ബി എസ്, മലനട. ഡോക്ടർ പുനലൂർ സോമരാജൻ സാറിനെ ശ്രീ രാജൻ കോസ്മിക് സാർ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ശിശുപാലൻ സാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ശ്രീമതി ശ്രീലത നമ്പൂരി, ശ്രീമതി കെ പി എസ് സി ലീല എന്നിവരെ ഡോക്ടർ പുനലൂർ സോമരാജൻ സാർ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ശ്രീമതി ശ്രീലത നമ്പൂതിരി, ശ്രീമതി കെ പി എസ് സി ലീല എന്നിവരെ ഡോക്ടർ പുനലൂർ സോമരാജൻ സാർ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. പ്രൊഫസർ ഡോക്ടർ ഡി ഗോപി മോഹൻ, ഡോക്ടർ കെ വി തോമസ് ഊട്ടി, ഡോക്ടർ കെ വി തോമസ് കുട്ടി ആദരിക്കുന്നു. മ്യൂസിക് എന്ന് പറയുന്നത്, ഇതിനകത്തൊരു ചെറിയൊരു കറക്ഷൻ പറയാനുള്ള, ഞാനൊരു ഭിഷഗ്വരയാണ് കേട്ടോ. ഞാനൊരു PhD ഹോൾഡർ അല്ല, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഈ ശരിക്കും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ജനിക്കുന്ന അന്ന് മുതൽ അയാളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല വ്യക്തിയായിട്ട് എങ്ങനെ അയാൾക്ക് ജീവിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു സയൻസാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, ആയുർവേദം. അതോടൊപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ മ്യൂസിക്കിലേക്ക് വന്നു ശേഷം ഒരു മ്യൂസിക് പനോരമയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും, ജന്മനാ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ അത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നമ്മുടെ ഒരു ഗുരുനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മ്യൂസിക് സംഗീത അധ്യാപകൻ എന്ന് പറഞ്ഞാൽ പോരാ, സാറൊരു ഭയങ്കര മോട്ടിവേറ്ററാണ്. അതുപോലെ മ്യൂസിക് തെറാപ്പി
നല്ലപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. നേരത്തെ സോമരാജൻ സാർ പറഞ്ഞ പോലെ നമുക്ക് മ്യൂസിക് തെറാപ്പിയുടെ കോഴ്സുകൾ വരണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളെപ്പോലുള്ള വൈദ്യന്മാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതാണ് മ്യൂസിക് തെറാപ്പിയുടെ കോഴ്സുകൾ ചെയ്യുന്നത്. ഞങ്ങളിപ്പം ഇത്തരത്തിൽ ആയുർവേദവുമായി ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്യുന്നുമുണ്ട്. വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യം കൂടിയാണത്. ഈ ഓരോ ഘട്ടങ്ങളിൽ മനുഷ്യൻ ജനിച്ച് ജീവിച്ച് മരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന എല്ലാ ചേഞ്ചുകളും നമുക്ക് സംഗീതത്തിലൂടെ തന്നെയാണ് നമ്മൾ വീക്ഷിക്കാൻ പറ്റുന്നത്. കുഞ്ഞിൻ്റെ ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്നത് തന്നെ ഒരു നാദമാണ്. അവിടെ നിന്ന് തുടങ്ങുവാണ് മനുഷ്യൻ്റെ സംഗീതവുമായിട്ടുള്ള ബന്ധം. സംഗീതവുമായിട്ട് ബന്ധമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. ഇപ്പോൾ ഡോക്ടർമാർക്ക് സംഗീതം വേണ്ടേ? നേരത്തെ സോമരാജൻ സാർ പറഞ്ഞ പോലെ നിരവധി ആത്മഹത്യകൾ ഉണ്ടാകുന്നു ഡോക്ടർമാരുടെ ഇടയ്ക്ക്. അവർ ലെറ്റർ എഴുതി വയ്ക്കുന്നു, മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷണൽ മാനേജ്മെൻറ്റിന് വേണ്ടുന്ന കറേജ് ഇല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അത് ഇത്തരത്തിലുള്ള കലകൾ അഭ്യസിക്കുന്നതിലൂടെ, സംഗീതം തന്നെ ഒരു വലിയ കലയാണ്. ഒപ്പം അതോടൊപ്പം തന്നെ ഈ മ്യൂസീഷ്യൻസ് എല്ലാവരും മിക്കവാറും മറ്റ് കലകളിലും തൽപരരായിരിക്കും. ഇപ്പം എന്താണ് നിങ്ങൾ സംവേദിക്കുന്നത് ഒരു കലയാണ്. നമ്മൾ ആയുർവേദത്തിൽ പറയാറുണ്ട്, ക്വചിത് ധർമ്മ, ക്വചിത് അർത്ഥ, ക്വചിത് മൈത്രി, ക്വചിത് ദേശഃ, കർമാഭ്യാസ ക്വചിത് ന ഇച്ഛായിതി ന ചികിത്സാസ്തി നിഷ്ഫല എന്ന് പറയുന്നുണ്ട്. ചികിത്സ ഒരിക്കലും നിഷ്ഫലമാകുന്നില്ല. ധർമ്മ സംരക്ഷണത്തിനാണെങ്കിലും അതുപോലെ തന്നെ മൈത്രി, ഈ മൈത്രിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ സാറിനെ ഒരു ഇതുപോലൊരു പബ്ലിക് പ്രോഗ്രാമിൽ പരിചയപ്പെട്ടതാണ് എൻ്റെ ഒരു സുഹൃത്ത് വഴി. നേരത്തെ ഇവിടെ വന്ന് അനൗൺസ് ചെയ്ത ഷാനവാസ് സാർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അധ്യാപക സംഘടനയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം വിളിച്ച ഒരു പരിപാടിക്ക് ഒരു സ്റ്റേജിൽ ഞങ്ങളൊരു സ്റ്റേജ് പങ്കിട്ടു. ആ സമയത്താണ് ഞാൻ രാജൻ സാറിനെ പരിചയപ്പെടുന്നത്. അവിടെ നിന്നാണ്, ആ മൈത്രിയിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ ഒരു മ്യൂസിക് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ, നേരത്തെ ഞാൻ 3 വയസ്സ് തൊട്ട് സംഗീതം പഠിച്ചിരുന്നു എങ്കിലും ഒരു കോഴ്സ് ചെയ്യാനൊക്കെയുള്ള ഒരു ആഗ്രഹമൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ഒരു സർട്ടിഫൈഡ് കോഴ്സ് ചെയ്യണം എന്നൊന്നും ഒരു വിചാരം ഉണ്ടായിരുന്നു. ഡോക്ടർ പുനലൂർ സോമരാജൻ സാർ സ്ഥാപിച്ച പത്തനാപുരം ഗാന്ധിഭവന്റെ ആഭിമുഖ്യത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ സ്ഥാപിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗീത ഗുരുക്കന്മാരിൽ അഗ്രഗണ്യനായ രാജൻ കോസ്മിക് സാറിൻ്റെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഈ ചടങ്ങിന് നമുക്ക് ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിയ നമ്മുടെ 2 മഹനീയ വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട്. ശ്രീമതി ശ്രീലത നമ്പൂതിരി മാം. എന്നെ അത്ഭുതപ്പെടുത്തിയത് മാം 70 ഇയേഴ്സിൽ മാം കച്ചേരി അവതരിപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. ഈ ഒരു ജീവിതത്തിൻ്റെ ഈ ഒരു ഏജിൽ നിൽക്കുമ്പോഴും സംഗീതത്തെ ചേർത്ത് പിടിക്കുകയും അതേപോലെ തന്നെ തൻ്റെ കാര്യങ്ങളിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ നിൽക്കുകയും ചെയ്യുന്ന മാം ഞങ്ങൾക്കെല്ലാം ഒരു പ്രേരകം കൂടിയാണ്. നമുക്കറിയാം, പ്രിയപ്പെട്ട രാജൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഗാന്ധിഭവൻ സ്റ്റഡീസിൻ്റെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകുന്ന ഈ കോഴ്സിന് ഇപ്പോൾ നമ്മൾ കാണുന്നത് സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള ഒട്ടനവധി പ്രതിഭകളാണ് ശിഷ്യന്മാരായി ഇവിടെ പഠിക്കുന്നത്. അടുത്ത ബാച്ചിലും അതുപോലെ തന്നെയാണ്. ഇന്നിപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അങ്ങനെ വലിയ പ്രാധാന്യങ്ങളൊന്നുമില്ല. പക്ഷെ അന്നത്തെ കാലത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളെ എടുത്ത് പ്രത്യേകം കാണിച്ച് ദുഃഖവും സന്തോഷവും സങ്കടവും എല്ലാം അഭിനയിക്കേണ്ട അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അന്ന് വളരെ പേരെടുത്തു. जय हे